നമസ്കാരം സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം PSC നടത്തിയ ബൈൻഡർ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഇതിലെ ആദ്യത്തെ 20 ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ജനറൽ PSC പരീക്ഷകൾക്ക് നോക്കേണ്ടതായിട്ടുള്ള 20 ചോദ്യങ്ങളാണ്. അതായത് അതിനകത്ത് ഇന്ത്യൻ ജോഗ്രഫി ഉണ്ട്, ബയോളജി ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, പിന്നെ ആർട്സ് ഉണ്ട്, IT ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, കേരള ഭരണരംഗം, പൊതുഭൂമിശാസ്ത്രം മുതലായ ടോപ്പിക്സ് ആണ് 20 ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ അത് എല്ലാവരും നോക്കണം. ജനറൽ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും നോക്കണം. അതുപോലെ PSC എന്തൊക്കെ നമുക്ക് പറ്റിയെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന റീസെന്റ് ആയിട്ട് പരീക്ഷകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം. റിലേറ്റഡ് ഫാക്ട്സും കൂടെ പഠിക്കാൻ നോക്കിയാൽ അത്രയും നല്ലത്. ഓക്കെ, അതൊക്കെ വരുന്ന പരീക്ഷകൾ PSC വീണ്ടും എടുത്തിടാൻ പറ്റിയ ചോദ്യങ്ങളായിരിക്കും. വലിച്ചു നീട്ടുന്നില്ല, ക്ലാസ്സിലേക്ക് പോവാം. ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുവാണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആയിക്കോളാം. തുടങ്ങാം. ബൈൻഡർ ഗ്രേഡ് 2 പരീക്ഷയാണ്. ഈ പരീക്ഷ നടന്നത് 8/2/2023 ഈ ഫെബ്രുവരി 8-ാം തീയതി. ആദ്യത്തെ ചോദ്യം: ബ്രിട്ടീഷ് ഭരണത്തിൻ കീഴിൽ ഇന്ത്യയിൽ ആധിപത്യം ചെലുത്തിയ വികാരം ഭയമായിരുന്നു. സർവവ്യാപിയായ ഈ ഭയത്തിനെതിരെയാണ് ശാന്തമായി എന്നാൽ നിശ്ചയദാർഢ്യത്തോടെ ഗാന്ധിജി ശബ്ദം ഉയർത്തിയത്. നിർഭയരായിരിക്കുക എന്ന് പ്രശസ്തമായ ഒരു ഗ്രന്ഥത്തിലെ വരികളാണിവ. ഏതായിരുന്നു ആ ഗ്രന്ഥം? ബി. ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ. ജവഹർലാൽ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിലെ പ്രശസ്തമായ വരികളാണ് ഇത്. നോക്കിയിരിക്കാം. 2. രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ ബ്രിട്ടീഷുകാർ വ്യാപകങ്ങളായ മാറ്റം വരുത്തി. കൊളോണിയൽ ഭരണത്തിന് മുൻപ് ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള നിയമവ്യവസ്ഥയാണ് കേരളത്തിൽ പിന്തുടരുന്നത്. അതിൽ പ്രമുഖമായിരുന്നത് സത്യപരീക്ഷയായിരുന്നു. കുറ്റം ചെയ്തയാളിന്റെ ജാതി അനുസരിച്ചാണ് വിചാരണയുടെയും ശിക്ഷയുടെയും സ്വഭാവം നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമചിന്തകളുടെ പ്രധാന ആശയങ്ങൾ ഏവ? ഉത്തരം നിയമവാഴ്ച, അതുപോലെ നിയമത്തിന് മുന്നിൽ സമത്വം. നിയമവാഴ്ച, നിയമത്തിന് മുന്നിൽ സമത്വം. സി ആണ് ഉത്തരം. മൂന്നാമത്തെ ചോദ്യം: ട്രാൻസ് ഹിമാലയ പർവ്വതനിരയിൽ വരുന്നതും ഇന്ത്യയിൽ ഉൾപ്പെടുന്നതുമായ ഒരു കൊടുമുടി ഏതാണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഗോഡ്വിൻ ഓസ്റ്റിൻ. ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരയിലാണ്. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. ഈ കാരക്കോറം പർവ്വതനിര എന്ന് പറയുന്നത് ട്രാൻസ് ഹിമാലയത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ്. അപ്പോൾ ട്രാൻസ് ഹിമാലയ പർവ്വതനിരയിൽ വരുന്നതും ഇന്ത്യയിൽ ഉൾപ്പെടുന്നതുമായ കൊടുമുടി ഏതാണ്? ഗോഡ്വിൻ ഓസ്റ്റിന. അടുത്ത ചോദ്യം 4. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചും ഭൂപടങ്ങളിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയ്ക്ക് പറയുന്ന പേരാണ് കോണ്ടൂർ രേഖകൾ. ബി. കോണ്ടൂർ രേഖകൾ. 5. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാ ചോദിച്ചേക്കുന്നത്? 1ഉം 3ഉം ആണ് ഉൾപ്പെടാത്തത്. 1ഉം 3ഉം ആണ് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുത്താത്തത്. 1ഉം 3ഉം: കാർഷികോൽപാദനം വർദ്ധിച്ചു, ഭക്ഷ്യവസ്തുക്കളുടെ ഇറക്കുമതി കുറഞ്ഞു. 6. ഗരീബി ഹട്ടാവോ ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗരീബി ഹട്ടാവോ എന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 5ാം പഞ്ചവത്സര പദ്ധതി. 7. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മഹാൻ ആരാണ്? ഡോക്ടർ അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. ആർട്ടിക്കിൾ 32 അതാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടന ഹൃദയവും ആത്മാവും എന്ന് അദ്ദേഹമാണ് വിശേഷിപ്പിച്ചത്. 8. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വം നിക്ഷിപ്തമായിട്ടുള്ളത് ഏത് സംവിധാനത്തിൽ ആണ്? സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർ. സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനുള്ള ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്നത്. 9. സംസ്ഥാന സിവിൽ സർവീസ് സേവനം എന്നതിൽ ഉൾപ്പെടുന്നത് ഏതാണ്? നിയമിക്കപ്പെടുന്ന
സംസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു. നിയമിക്കപ്പെടുന്ന സംസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു എന്നതാണ് സംസ്ഥാന സിവിൽ സർവീസ് സേവനം എന്നതിൽ ഉൾപ്പെടുന്നത്. 10. ഇ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം ഏത്? അക്ഷയ കേന്ദ്രങ്ങളാണ്. അക്ഷയ കേന്ദ്രങ്ങൾ. ഇ ഗവേണൻസ്, അക്ഷയ കേന്ദ്രം. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് 2 മാത്രമാണ്. ക്ഷയം, ഡിഫ്തീരിയ എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ക്ഷയം, ഡിഫ്തീരിയ എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. അത് മാത്രമാണ് ശരി. 12. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ഉത്തരം എഴുതുക. അതായത് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ 1ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന സെറിബ്രം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. 4ാമത്തേത് ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പൊ സെറിബ്രം ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഹൈപ്പോതലാമസ് ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. അതാണ് ശരി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 13. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശ വേഗത എന്തായിരിക്കും? കുറവായിരിക്കും. കുറവായിരിക്കും. ബി. 14. 250 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തു 80 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ നേർരേഖയിൽ 100 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഈ വസ്തുവിന്റെ ആക്കം കണ്ടെത്തുക. ആക്കം എന്ന് വെച്ചാൽ എന്താണ്? മൊമെന്റം. മൊമെന്റം പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ ഇവിടെ മാസ് തന്നേക്കുന്നത് 250 കിലോഗ്രാം ആണ്. പിന്നെ പ്രവേഗം തന്നേക്കുന്നത് 80 ആണ്. അപ്പോ ഇവിടെ ആക്കം എത്രയാ? 20,000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. എന്ത് ചെയ്താൽ മതി? 250 ഇൻറ്റു 80 ചെയ്താൽ മതി. അപ്പോൾ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കോപ്പറിന്റെ അറ്റോമിക് നമ്പർ 29 ആണ്. ഇതിന്റെ ശരിയായ ഇലക്ട്രോൺ വിന്യാസം കണ്ടെത്തി എഴുതുക. നമ്മൾ ഓൾറെഡി 10th സ്റ്റാൻഡേർഡ് കെമിസ്ട്രി പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന ചാപ്റ്ററിൽ ഇക്കാര്യം പഠിച്ചതാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ബി ആണ്. 1s2 2s2 2p6 3s2 3p6 3d10 4s1. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത് 3d10 ആക്കിയേക്കുന്നത് 3d9 ആയിരുന്നു. അതിനെ അറേഞ്ച് ചെയ്ത് 4sലെ 2 ഇലക്ട്രോണിൽ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ടെടുത്ത് 3d10 ആക്കി. കാരണം എന്താണ്? ഫുള്ളി ഫിൽഡ് അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ഡി സബ്ഷെൽ മോർ സ്റ്റേബിൾ ആണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയി സ്റ്റീൽ ഏതാണ് എന്ന് കണ്ടെത്തുക. നിക്രോം ആണ്. ഇതും SCRT ആണ്. അപ്പൊ SCRT സയൻസ് 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും എല്ലാ ചാപ്റ്റേഴ്സും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാ ചാപ്റ്റേഴ്സും PSCയുടെ മാറിയ ട്രെൻഡ് അനുസരിച്ച് ന്യൂ പാറ്റേൺ രീതിയിലാക്കിയിട്ട് നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ടീം ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്. ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര. നമ്മുടെ ഈ 10th മെയിൻസിന്റെ 100 days ടൈം ടേബിളിൽ നമ്മൾ എല്ലാ ദിവസവും സയൻസ് പഠിക്കുന്നുണ്ട്. സയൻസ് SCRT ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഓരോ ദിവസവും എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും പഠിച്ചതിന് ശേഷം നമ്മുടെ ബുക്കിലെ ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ സെറ്റ് ആവും. ആ ഒരു രീതിയിലാണ് ചാപ്റ്റർ വൈസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഈസി ആയിരിക്കും. അതിൽ ഈ ചോദ്യങ്ങൾ 2ഉം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ കണ്ടപ്പോഴാണ് നോക്കിയത്. അപ്പോൾ പുസ്തകം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം. അതിന് വാട്സാപ്പ് ചെയ്താൽ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ. അടുത്ത ചോദ്യം, വിശ്വ പൈതൃക കലയായി യുനെസ്കോ അംഗീകരിച്ച കേരളത്തിലെ കലാരൂപം താഴെ പറയുന്നവയിൽ ഏതാണ്? കൂടിയാട്ടമാണ്. കൂടിയാട്ടം. സി. 18. ഞാൻ എന്ന ഭാരതീയൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവും പത്മശ്രീ പുരസ്കാര ജേതാവുമായ വ്യക്തി ഇവരിൽ ആരാണ്? KK മുഹമ്മദ് ആണ്. KK മുഹമ്മദ്. 19. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നത് ഏത്? സിസ്റ്റം സോഫ്റ്റ്വെയർ വിഭാഗത്തിൽ പെടുന്നത് എ ലാംഗ്വേജ് പ്രോസസർ ആണ്. ലാംഗ്വേജ് പ്രോസസർ. 20. ഒരു മെഗാബൈറ്റ് എന്നത് 1024 കിലോ ബൈറ്റ് ആണ്. കിലോ, മെഗാ, ജിഗ, ടെറ അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ 1 മെഗാബൈറ്റ് 1024 കിലോ ബൈറ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കേണ്ട ജനറൽ PSCക്ക് നോക്കേണ്ട 20 ചോദ്യങ്ങൾ.
ബാക്കിയൊക്കെ ഇവരുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ബാക്കി 80 എണ്ണം ഇവരുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ 10th മെയിൻസിന്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നവർക്ക് ഇതിലെ എത്ര ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റി എന്നൊന്ന് താഴെ പറയണേ. കാരണം ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ ഹാഫ് വേ എത്തിക്കഴിഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് ആൻസർ ചെയ്യാൻ പറ്റി കാണും എന്ന് ഞാൻ വിശ്വസിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിനെ പറ്റി എല്ലാവരോടും ഒന്ന് പറയുക. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ലിങ്ക് അതിൽ കയറി ജോയിൻ ചെയ്താൽ മതി. വീണ്ടും കാണാം. താങ്ക്